നമസ്കാരം. മണ്ണിൻ്റെ നിറത്തിനുമുണ്ടൊരു കഥ പറയാൻ. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന കാരണം ബലഭൂഷ്ടിയുള്ള മേൽമണ്ണാണ്. അതിലാണ് ചെടികൾ നിലയുറപ്പിക്കുന്നത്. പിന്നെയാണ് കാർബണും ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് സൗരോർജത്തിൻ്റെ മധ്യസ്ഥത്തിൽ C6H12O6 എന്ന തന്മാത്രയുടെ രൂപത്തിൽ അന്നജമുണ്ടാക്കി നമ്മളെ ഊട്ടുന്നത്. ഈ മണ്ണില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? അടിസ്ഥാനം ഉറച്ചാലേ ആരൂഢവും ഉറയ്ക്കൂ. മണ്ണായാലും പൊന്നായാലും സൂക്ഷിച്ചവർക്കുണ്ട് എന്ന് പഴമൊഴി. ജൈവ കൃഷിയോ രാസകൃഷിയോ സമ്മിശ്ര കൃഷിയോ എന്തുമാകട്ടെ, അതിലെ ഒന്നാം പാഠം മണ്ണ് സംരക്ഷണം തന്നെയാണ്. ഒരു നിറത്തിന് എന്ത് പ്രസക്തി ഉണ്ടല്ലോ. കല്യാണ പെണ്ണിനെ ചെറുക്കനെ തേടുമ്പോൾ വെളുത്ത നിറം തന്നെ വേണം. കുഞ്ഞുണ്ടാകുമ്പോൾ വെളുത്തതല്ലെങ്കിൽ സങ്കടം പറയാതെ വയ്യ. പക്ഷേ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരിൽ ഒരാളായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാർമേഘവർണ്ണൻ ആണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിമാരിൽ ഒരാളായ പാഞ്ചാലി കറുത്തിട്ടാണല്ലോ. അപ്പോൾ കറുപ്പിന് ഏഴഴകും ഒരു കുളിരുമാണ്. മണ്ണിൻ്റെ കാര്യത്തിലും അതെ. മണ്ണ് കറുത്തതോ ഇരുണ്ടതോ തവിട്ട് നിറമുള്ളതോ ആയിരിക്കണം. എങ്കിലേ അതിൽ മണ്ണിൻ്റെ ഉയിരായ ഹ്യൂമസ് ഉണ്ടാകുകയുള്ളൂ. എങ്കിലേ അവിടെ വളങ്ങളെ സൂക്ഷ്മ രൂപത്തിലുള്ള അയോണുകളാക്കി മാറ്റി വേരിൽ കടത്തിവിടുന്ന സൂക്ഷ്മ ജീവികൾ വളരുകയുള്ളൂ. ആ മണ്ണ് സംരക്ഷിക്കാതെ ഉള്ള ഒരു കൃഷിയും ശാശ്വതമല്ല. മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല കൊല ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിദത്തമായ കാരണങ്ങളും മനുഷ്യനാലുള്ള കാരണങ്ങളുമുണ്ട്. ആരോഗ്യമുള്ള മണ്ണിൽ 5% ജൈവാംശം ഉണ്ടാകണം. കാർബൺ നായകനുമാണ് പ്രതിനായകനുമാണ്. സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് കാർബൺ നിർണായകമാണ്. പക്ഷേ അവൻ പുറത്തിറങ്ങി അന്തരീക്ഷത്തിൽ കറങ്ങി നടന്നാൽ ക്ഷുദ്രവാതകമാണ്. ഭൂമിയെ വേവിച്ച് കൊന്നു കളയും. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഭൗതിക രാസ ജൈവ പ്രവർത്തനങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് 1 ഇഞ്ച് മണ്ണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് ഒലിച്ചു പോകാൻ നിമിഷങ്ങൾ മതി. മണ്ണിൽ പ്രധാനമായും ഉള്ളത് ധാതുക്കൾ, ജൈവാംശം, വായു, ഈർപ്പം, ജീവജാലങ്ങൾ എന്നിവയാണ്. തരി വലിപ്പം കൂടിയ ധാതുക്കളെ സാൻഡ് എന്നും ഏറ്റവും വലിപ്പം കുറഞ്ഞവയെ ക്ലേ എന്നും ഇടത്തരം വലിപ്പമുള്ളവയെ സിൽട്ട് എന്നും പറയുന്നു. ഇത് മൂന്നും സമാസമം അടങ്ങിയിരിക്കുന്ന മണ്ണിലാണ് പൊന്ന് വിളയുന്നത്. അത്തരം മണ്ണിനെ പശ്ചിമരാശി മണ്ണ് എന്ന് പറയും. പ്രകൃതിയിൽ കറുത്ത മണ്ണ്, തവിട്ട് മണ്ണ്, വെളുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, ചുവപ്പും വെളുപ്പും ഇടകലർന്ന മണ്ണ്, നീല മണ്ണ്, മഞ്ഞ മണ്ണ്, ഇങ്ങനെ പല നിറത്തിലുള്ള മണ്ണുകൾ കാണാം. അതിനനുസരിച്ച് അവയെ വർഗീകരിച്ചിട്ടുണ്ട്.